ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ചെയ്തിരിക്കുന്നത്. കൈനമാറ്റിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് മുൻപ് ചോദിച്ചതാണ്, 95-ൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. The water drop falls at regular intervals from a tap 5 meters above the ground. The third drop is leaving the tap at the instant the first drop touches the ground. How far above the ground is the second drop at that instant? ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ടാപ്പിൽ നിന്ന് വാട്ടർ ഫോൾ ചെയ്യുന്നുണ്ട്. വാട്ടർ ഡ്രോപ്സ് ഫോൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്ന് തന്നിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടാപ്പ് 5 മീറ്റർ ഹൈറ്റിലാണ്. തേർഡ് ഡ്രോപ്പ് ലീവ് ചെയ്യുമ്പം ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിലെത്തുന്നു. മൂന്നാമത്തെ ഡ്രോപ്പ് വരാൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ ഡ്രോപ്പ് താഴെ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ സമയത്ത് സെക്കൻഡ് ഡ്രോപ്പ് എത്ര ഡിസ്റ്റൻസിലായിരിക്കും? ഹൗ ഫാർ എബവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ട് സെക്കൻഡ് ഡ്രോപ്പ് എത്ര ഡിസ്റ്റൻസിൽ ആയിരിക്കും? നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ 5 മീറ്റർ ഉയരത്തിലാണ് ടാപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡ്രോപ്പ് 5 മീറ്റർ ട്രാവൽ ചെയ്ത് എത്തിയപ്പോൾ മൂന്നാമത്തെ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ ഡ്രോപ്പ് അതിനിടയിൽ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കാണും. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഞാനിവിടെ എച്ച് എന്ന് കൊടുത്തിരിക്കുകയാണ്. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ നിന്ന് ഈ സമയത്ത് എത്ര മുകളിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 5 മൈനസ് എച്ച് എടുത്തു കഴിഞ്ഞാൽ, അതായത് ബാക്കി ഡിസ്റ്റൻസ് ഞാൻ y എന്ന് കൊടുത്തിട്ടുണ്ട്, y = 5 - h. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. ഒന്നാമത്തെ ഡ്രോപ്പ് 5 മീറ്റർ ട്രാവൽ ചെയ്തു, രണ്ടാമത്തെ ഡ്രോപ്പ് ഇടയ്ക്ക് എവിടെയോ എത്തി, മൂന്നാമത്തെ ഡ്രോപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ഡ്രോപ്പ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര മുകളിലാണ്? ഈ എച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഫ്രീ ഫോളാണ്, ½ g(t²). പക്ഷെ നമുക്ക് ടൈം ഇൻ്റർവൽ തന്നിട്ടില്ല അല്ലേ? വാട്ടർ ഡ്രോപ്പ് ഫോൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്നാണ്. അപ്പോൾ ഒരു ഇൻ്റർവെൽ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് ട്രാവൽ ചെയ്യാൻ വേണ്ടി 5 മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. h = ½ g(t²), t = 2h/g ചെയ്യുമ്പോൾ നമുക്ക് 1 സെക്കൻഡ് എന്ന് കിട്ടും. ഈ 1 സെക്കൻഡ് കൊണ്ട് ഒന്നാമത്തെ ഡ്രോപ്പ് താഴെ എത്തി, അപ്പം മൂന്നാമത്തെ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 1 സെക്കൻഡ് എടുത്തും 1 കഴിഞ്ഞ് മൂന്നാമത്തെ ഡ്രോപ്പ് എത്താൻ. റെഗുലർ ഇൻ്റർവെൽ ആയതുകൊണ്ട് രണ്ടാമത്തെ ഡ്രോപ്പ് അപ്പോൾ ഇതിൻ്റെ മിഡിലുള്ള ടൈമിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. 0.5 സെക്കൻഡ്സ് ആയിരിക്കും ഇപ്പോൾ ഇടവേള വരുന്നത്. ഒന്നാമത്തെ ഡ്രോപ്പ് കഴിഞ്ഞ് 0.5 കഴിഞ്ഞ് രണ്ടാമത്തെ ഡ്രോപ്പ്, അത് കഴിഞ്ഞ് 0.5 കഴിഞ്ഞ് മൂന്നാമത്തത്. അതാണ് മൂന്നാമത്തെ ഡ്രോപ്പ് എത്തിയപ്പോൾ 1 സെക്കൻഡ് ആയത്. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഫോൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്ന് തന്ന പോയിൻ്റാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈച്ച് ഡ്രോപ്പ് ലീവ്സ് ആഫ്റ്റർ എവറി 0.5 സെക്കൻഡ്. തേർഡ് ഡ്രോപ്പ് ലീവ്സ് 1 സെക്കൻഡ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോപ്പ്. നമുക്കിപ്പോൾ കിട്ടിയ കൺക്ലൂഷൻസ് ആണ്. മൂന്നാമത്തെ ഡ്രോപ്പ് 1 സെക്കൻഡ് കഴിഞ്ഞ്, ഫസ്റ്റ് ഡ്രോപ്പ് വന്ന് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അത് 1 സെക്കൻഡ് ആയതുകൊണ്ട്, ഇൻ്റർവെൽ റെഗുലർ ആയതുകൊണ്ടും നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്ന് ഓരോ ഡ്രോപ്പും 0.5 സെക്കൻഡ്സ് കഴിഞ്ഞാണ് താഴോട്ട് ഫോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് t 0.5 എന്ന് കിട്ടി. സോ h = ½ g(t²) കൊടുക്കുക, t 0.5 കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.25 എന്ന് കിട്ടുന്നു. സെക്കൻഡ് ഡ്രോപ്പ് താഴോട്ട് വന്ന ഡിസ്റ്റൻസ് ആണ് 1.25. ബാക്കിയുള്ള ഡിസ്റ്റൻസ് 5 - h. 5 - 1.25 3.75. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിരിക്കും. ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ പ്ലാറ്റ്ഫോം അറ്റ് t = 0 സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ആഫ്റ്റർ 6 സെക്കൻഡ്സ് അനദർ ബോൾ ഈസ് ത്രോൺ ഡൗൺവേർഡ്സ് ഫ്രം ദ സെയിം പ്ലാറ്റ്ഫോം വിത്ത് എ സ്പീഡ് v. 2 balls meet at t = 18 seconds. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് v? ഈ ക്വസ്റ്റ്യനിൽ 2 ബോൾസ് ഉണ്ട്. ഫസ്റ്റ് ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു, സ്റ്റാർട്ടിംഗ് ടൈമാണ് t = 0.
അത് കഴിഞ്ഞ് 6 സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ ബോൾ താഴേക്ക് ത്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ത്രോ ചെയ്യുന്ന വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ട് ബോളും മീറ്റ് ചെയ്യുന്നത് 18 സെക്കൻഡ്സ് കഴിയുമ്പോൾ രണ്ട് ബോളും ഒരേ ഡിസ്റ്റൻസിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ 2 balls മീറ്റ് അറ്റ് ദി സെയിം പോയിന്റ് എന്ന് തന്നിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് H1 ഈസ് ഈക്വൽ ടു H2 എന്ന് കൊടുക്കാം. ഫസ്റ്റ് ബോൾ ഡ്രോപ്പ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാഫ് GT². T1 എന്ന് കൊടുത്തിരിക്കുന്നു. സെക്കൻഡ് ബോൾ ഇസ് ത്രോൺ വിത്ത് വെലോസിറ്റി V എന്നാണ്. സോ V ഇൻറ്റു T പ്ലസ് ഹാഫ് GT² ആണ്. നമുക്ക് ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ട് T2 എന്ന് കൊടുക്കുന്നു. ഇനി ടൈം നോക്കുക എന്നാണ്. ഫസ്റ്റ് ബോൾ ഡിസ്പ്ലേസ് ചെയ്തെടുത്ത ടൈം ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 18 സെക്കൻഡ്. സെക്കൻഡ് ബോൾ അതേ പോയിന്റിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ 6 സെക്കൻഡ് കഴിഞ്ഞാണ് ഡ്രോപ്പ് ചെയ്തത്. സോ ടൈം 12 സെക്കൻഡ്സ് ആയിരിക്കും. 18 - 6 എന്ന് എടുക്കുക. ഈ ഫോർമുലയിലേക്ക് T1ഉം T2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഹാഫ് ഇൻറ്റു G ആണ് 5 ആയിട്ട് എടുത്തിരിക്കുന്നത്. വിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 75 m/s² എന്ന് കിട്ടുന്നു. 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇഫ് ദി വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇസ് V equal to AT plus BT², where A and B are constants, then distance travelled by it between 1 second and 2 second is 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ തന്നിട്ട് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ബിറ്റ്വീൻ 1 second ആൻഡ് 2 second. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനും വളരെ നല്ലൊരു ക്വസ്റ്റ്യനുമാണ്. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ V equal to AT plus BT² തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. സോ ds/dt ഈക്വൽ ടു AT പ്ലസ് BT². നമ്മൾ ആ എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നു. സോ S ഇസ് ഈക്വൽ ടു, നിങ്ങൾ ആ എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, AT²/2 പ്ലസ് BTQ/3 പ്ലസ് C എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T ഈക്വൽ ടു 1 സെക്കൻഡിനും 2 സെക്കൻഡ്സിനും ഇടയിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. സോ 1 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ S1 ഈക്വൽ ടു, നമ്മുടെ മുകളിലത്തെ എക്സ്പ്രഷനിൽ Tക്ക് 1 കൊടുത്തു, A/2 പ്ലസ് B/3 പ്ലസ് C എന്ന് കിട്ടുന്നു. അടുത്തത് അതേ എക്സ്പ്രഷനിൽ തന്നെ Tക്ക് 2 സെക്കൻഡ്സ് എന്ന് കൊടുക്കുന്നു. സോ 2² അവിടെ 4A/2 പ്ലസ് 8B/3 പ്ലസ് C. ഈ രണ്ട് എക്സ്പ്രഷൻസും S1ഉം S2ഉമാണ്. നമുക്ക് വേണ്ട ആ ഡിഫറൻസ് എന്ന് പറയുന്നത് S2 മൈനസ് S1. C ക്യാൻസൽ ചെയ്തു പോകുന്നു. 4A/2 മൈനസ് A/2 3A/2 പ്ലസ് 8B/3 മൈനസ് B/3 എന്നുള്ളത് 7B/3. നമ്മുടെ ഓപ്ഷൻ A ആയിരുന്നു, 3/2A പ്ലസ് 7/3B. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ബസ് ട്രാവലിംഗ് ദ ഫസ്റ്റ് 1/3 ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 10 km/h. The next 1/3 at 20 km/h and last 1/3 at 60 km/h. The average velocity of bus is, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസിനെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1/3 V1 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു, നെക്സ്റ്റ് 1/3 ഡിസ്റ്റൻസ് V2, ലാസ്റ്റ് 1/3 V3. നിങ്ങൾക്കറിയാം ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. പക്ഷേ നമുക്കൊരു ചെറിയൊരു ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാം. V average is equal to 3V1 V2 V3 ഡിവൈഡഡ് ബൈ V1 V2 പ്ലസ് V2 V3 പ്ലസ് V1 V3. ഈ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെലോസിറ്റിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 18 km/h എന്ന് കിട്ടും. ഇതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് V1 വെലോസിറ്റിയിലും നെക്സ്റ്റ് ഹാഫ് V2 വെലോസിറ്റിയിലും ട്രാവൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല 2V1 V2 ബൈ V1 പ്ലസ് V2. ആവറേജ് വെലോസിറ്റിയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് ആ വീഡിയോ കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2013 ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ സ്റ്റോൺ ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. It covers distances h1, h2 and h3 in the first 5 seconds, next 5 seconds and next 5 seconds respectively. The relation between h1, h2 and h3 is, നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിവിടെ ഫ്രീ ഫോളാണ്, ഹാഫ് GT² എന്നുള്ള ഫോർമുല ഡിസ്പ്ലേസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ആ ഡ്രോപ്പ് ചെയ്ത ആ പോയിൻ്റ് തൊട്ട് താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടാമത്തെ H2 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഹാഫ് GT² കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ രണ്ടാമത് 5 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വെലോസിറ്റി അറിയേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നോക്കുക. ആദ്യത്തെ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ H1 ഹാഫ് GT² എന്ന് കൊടുത്തപ്പോൾ എനിക്ക് G/2 × 25 എന്ന് കിട്ടി. ആ G/2 അതുപോലെ തന്നെ കാൽക്കുലേഷൻ എളുപ്പത്തിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുകയാണ്. പിന്നെ ചെയ്യുന്നത് 10 സെക്കൻഡ്സ്, അടുത്ത 5 സെക്കൻഡ് കഴിയുമ്പോൾ 10 സെക്കൻഡ് ആവുമല്ലോ ടോട്ടൽ. അപ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഹാഫ് × G × 10² കൊടുത്തു, 100 G/2. ഇനി ഈ 10 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് ആദ്യത്തെ 5 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി കിട്ടുന്നു H2 കിട്ടണമെങ്കിൽ ആ 100 - 25 × G/2. അപ്പോൾ നമുക്ക് 75 G/2 എന്ന് കിട്ടുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു റിലേഷൻഷിപ്പ് അറിയാൻ പറ്റുന്നുണ്ട്. H1ൻ്റെ 3 ടൈംസ് ആണ് H2. ഇതുപോലെ അടുത്ത 5 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ ടൈം 15 സെക്കൻഡ്സ് ആവുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഹാഫ് G × 15², 225 G/2 എന്ന് കിട്ടുന്നു. ഈ 225ൽ നിന്ന് ആദ്യത്തെ 10 സെക്കൻഡ്സ് കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് 100 G/2, അതാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്, 75 അല്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അത് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ H3 നമുക്ക് കിട്ടുന്നു 125 G/2. അത് ആദ്യത്തെ H1 25ൻ്റെ 5 ടൈംസ് ആണ്. സോ നമുക്ക് കിട്ടുന്നു H1 = H2/3 = H3/5. ഈ ക്വസ്റ്റ്യനിലാകെ നിങ്ങൾ ഓർക്കേണ്ടത് ഓരോ 5 സെക്കൻഡ് കഴിയുമ്പോഴും ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ അതിന് മുന്നത്തെ ആ ടോട്ടൽ 10 സെക്കൻഡ്സ് എന്ന ടൈം എടുത്താൽ ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ ചേർന്നാണ് വരുന്നത്. നന്നായിട്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വേറെ ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക.